എന്നെ സിനിമയിൽ കൂടെ ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യനാണ് ഫഹദ് ഫാസിൽ. എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റത്തില്ല. എല്ലാ സിനിമകളും ഒരു സിനിമ പോലും ഇന്ന് ഇപ്പോൾ രജനി സാറിൻ്റെ കൂടെ ഉള്ള പടമാണെങ്കിലും അമിതാഭ് ബച്ചൻ്റെ കൂടെ ഉള്ള പടം വരെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ വരാൻ പോകുന്നു ആവേശം. സാറ് വളരുന്ന അനുസരിച്ച് എനിക്കും വളരാൻ പറ്റും. എനിക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റി. സച്ചേട്ടൻ പറഞ്ഞ ഒറ്റ വാക്യമുള്ളൂ, സച്ച് സിനിമ ചെയ്യുവാണെങ്കിൽ സ്വാമി ആയിരിക്കും വേഗം. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം തന്നതും എനിക്ക് ഏറ്റവും വലിയ ദുഃഖം തന്ന സിനിമയായിരുന്നു അയ്യപ്പൻ കോശി. ലീഫ് ഹെയർ സ്റ്റൈൽ എന്ന് പറയും. ഞാൻ ശരിക്കും ചെയ്തുകൊണ്ട് നടന്ന ഹെയർ സ്റ്റൈൽ ജയേട്ടൻ കണ്ടിട്ടാണ് ഈ ത്രീ കിങ്സിലേക്ക് അത് സെലക്ട് ചെയ്ത്. അങ്ങനെ ജയേട്ടനെ വിളിച്ചിട്ട് മമ്മൂക്ക പറഞ്ഞു, ഇതാരാണ് ഇത് ചെയ്തത്, അവൻ അടിപൊളിയുള്ളൂ. ആ ഹൈബ്രിഡ് ചെയ്തുകൊണ്ട് ഇവൻ എന്തുവാണ് ഈവനിങ് കാണിക്കുന്നത്, വൃത്തിയായിട്ടൊക്കെ നടന്നുകൂടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. അന്നത്തെ സമയത്ത് ഞാൻ മുടി ഓരോ വീടുകളിൽ പോയി മുടി വെട്ടുമല്ലോ. വീടുകളിൽ പോയി മുടി വെട്ടുമ്പോഴത്തേക്കിന് ബാർബർ ഷോപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നം. അവർ സമരമൊക്കെ നടത്തിയാണ്. യുവിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തു. അത് ഭയങ്കര കൾട്ടായിരുന്നു. അത് ആ വർഷത്തെ മേക്കപ്പിനുള്ള അവാർഡ് യുവിൻ്റെ പുസ്തകത്തിനായിരുന്നു. ആ മേക്കപ്പിനുള്ള അവാർഡ് കിട്ടിയപ്പോൾ അത് എനിക്ക് കിട്ടിയ അവാർഡ് പോലെ ഞാൻ അന്ന്, കാരണം വിജയസേതു ഒരു വർക്കുണ്ട്, നമുക്ക് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു. ഞങ്ങളെ രാത്രി പുള്ളിയുടെ കാറെ കൊണ്ടുപോകുക. കാറെ കൊണ്ടുവരുന്ന പുള്ളിയുടെ ജീവിതാനുഭവങ്ങൾ എന്ന് പറയുക. 98 ഇന്ത്യ ഇടത്തിൽ ഈ ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ആളായിട്ട് അവിടെ ജോലി ചെയ്തത് 600 രൂപ സാലറി. എമ്പുരാനിലാണ് രാജുവിൻ്റെ അവസാനം ചെയ്തത്, ലണ്ടനിലായിരുന്നു. അതിനകത്ത് ഗെയിംസ് ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന പടമുണ്ട്. അതിനകത്ത് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. സാധാരണ ഒരു വീടുകൾ തോറും മുടി നടത്തി നടന്ന ഒരു പയ്യൻ UK പോയി അതുപോലൊരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ് നരസിംഹസ്വാമിയാണ് നമുക്കപ്പോൾ. ഹായ്. ഇപ്പോൾ ലൂസിഫറും പുഷ്പയും വിക്രമും പോലുള്ള പടങ്ങൾ ചെയ്തു. അയ്യപ്പനും കോശിയാണ് സ്വതന്ത്രമായി ചെയ്ത പടം. സ്വതന്ത്രമായി ചെയ്ത രണ്ടാമത്തെ സിനിമ. അതിൽ ബിജു മേനോൻ ലുക്ക് അത് പറയാം. അത് പക്ഷേ വിജയന്റെ ലുക്ക് എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഡയറക്ടർ സച്ചിയേട്ടൻ തന്നെ. കാരണം ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് സച്ചിയേട്ടൻ നമുക്ക് ബ്രീഫ് ചെയ്ത് തരുന്നത് ഭയങ്കര ഇതാണ്. കാരണം എന്ന് വെച്ചാൽ കിങ്ഫിഷിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് അവസരം രഞ്ജിത്ത് സാർ വഴി അതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളർ വാതൊക്കെ പറഞ്ഞു, എടാ നീ സച്ചി വിളിക്കാൻ പറഞ്ഞു. പക്ഷേ സച്ചി വിളിക്കാൻ പറയുമ്പോൾ എനിക്ക് അറിയത്തില്ല ഏത് സച്ചിയാന്ന് പറയും. ഞാൻ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഞാൻ സ്വാമിയാണ്. വാതൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സച്ചിയേട്ടനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എപ്പോൾ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. 2 മാസം സമയമുണ്ട്, എനിക്ക് ഇന്ന പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. മതി, 2 മാസം കഴിഞ്ഞ് മതി. എന്നിട്ട് ഞാൻ ആ 2 മാസം കഴിഞ്ഞ് വിളിക്കുമ്പോൾ എന്നോട് പറയുന്നത്, നീ ഇപ്പോൾ എവിടെയായി? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയായിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ കാക്കനാട് കിടക്കുന്ന വഴി മുന്നോട്ട് വരുമ്പോൾ ഇന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന പച്ച മതിലുണ്ടാവും. ആ മതിലിൻ്റെ എൻഡ് തീരുന്നിടത്തു നിന്ന് ഒരു വഴി അകത്തേക്കാണ്, ആ വഴി പോരുന്നത്. അതിനോട് ചേർന്നിരിക്കുന്ന തൊട്ടകത്തേക്കുള്ള വഴിയിൽ ഇറങ്ങി നേരെ വരുന്നത് എൻ്റെ വീടായിരിക്കും. പിന്നെ ഫോൺ എടുത്തിട്ടില്ല. കൃത്യമായിട്ട് അവിടെ എത്തി എനിക്ക് സ്ക്രിപ്റ്റ് തന്നു. സ്ക്രിപ്റ്റ് വായിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ചില്ല, എൻ്റെ പടം സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് 4 തവണ സ്ക്രിപ്റ്റ് വായിച്ചു. ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും എന്നോട് പറയുന്നത് ഇങ്ങനെ, ഞാൻ കഥയൊന്ന് ജസ്റ്റ് പറയാം, പക്ഷേ അത് സ്ക്രിപ്റ്റ് വായിക്കണം. അയ്യപ്പനും കോശി എന്നാണ് പടത്തിൻ്റെ പേര്. അയ്യപ്പൻ നായർ എന്ന് പറയുന്നത് ആദിവാസി സ്ത്രീയിൽ നായർക്കുണ്ടായ മകനാണ്. പക്ഷേ നായരോടുള്ള ആ വാശി കിട്ടാണ് അയ്യപ്പൻ നായർന്ന് കൂടെ. അത് വേറൊരു രാഷ്ട്രീയം, അത് പിന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ സോൾട്ട് ആൻഡ് പേപ്പർ മുടിയാണ്, 2 വർഷം കൂടെ ഉള്ളൂ റിട്ടയർഡ് ആവാൻ. അങ്ങനെ ആ ഒരു കഥാപാത്രം പിന്നെ കൊമ്പൻ മീശയായിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് വീഴ്ചയുടെ ക്യാരക്ടറാണ്. പിന്നെ അടുത്തത് കോശി കുര്യൻ എന്ന് പറയുന്നത് മഹാകാരിയാണ്. അദ്ദേഹം താടിയുണ്ട്, പുറകിലേക്ക് മുടി ചീകി വെച്ചിരിക്കും, ജുബയും മുണ്ടുമാണ് ഇദ്ദേഹത്തിൻ്റെ വേഷം. ഒരു ദിവസം അയ്യപ്പൻ നായർ ഈ ഡ്യൂട്ടി ടൈമിൽ ഇദ്ദേഹം അവിടേക്ക് വരുന്നു. ആ സിനിമ കൊണ്ടാണല്ലോ, അപ്പോൾ അങ്ങനെ ഇഷ്യൂ ആകുന്നു. അത് ഇവർ തമ്മിലുള്ള ഈഗോയാണ് സിനിമ. ഇനി സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറയാം. അങ്ങനെ വന്ന് ഞാൻ അട്ടപ്പാടിയിൽ ഒരു 4 ദിവസം മുമ്പ് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബീച്ചേട്ടനെ കണ്ടു. സൈഡും ബാക്കും പറ്റേ, സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക്, മീശയെല്ലാം കറക്റ്റ്, ക്യാരക്ടറെ ചെയ്ത് മാറ്റി. കുമാരൻ ഫുള്ള് ക്ലീൻ ഷേപ്പ്, ബാക്ക് സൈഡിലേക്ക്. പിന്നെ CPO സുജിത്ത്, അനുമോഹൻ്റെ സൈഡും ബാക്കും നന്നായിട്ട് ഗ്രേഡ് ചെയ്യണം, നേരെ ബാക്ക് സൈഡിലേക്ക് മുടി ചെയ്യണം. അടുത്തത് കുട്ടമണി കൃതാ വർക്ക് വെക്കണം, മീശ വരച്ചിറക്കി വെക്കണം, നടുക്കൊരു ചന്ദനം ഇടണം, അതിനകത്തൊരു സിന്ദൂരം. ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട്. സിദ്ദിഖിക്കായിരുന്നു രാജുവേട്ടൻ്റെ അച്ഛൻ്റെ വേഷം ചെയ്യേണ്ടത്. സിദ്ദിഖിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അതേപോലെ, അതായത് രാജുവിൻ്റെ അതേപോലത്തെ ഷേപ്പ് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് രഞ്ജിയേട്ടൻ്റെ തന്നു. രഞ്ജിയേട്ടൻ്റെ ആ ലുക്ക് കണ്ട് പുള്ളി ഭയങ്കരമായിട്ട് കറക്റ്റായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും അതൊരു വലിയൊരു അനുഭവമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം തന്നതും എനിക്ക് ഏറ്റവും വലിയ ദുഃഖം തന്ന സിനിമയായിരുന്നു അയ്യപ്പനെ കുറിച്ച്. ചേട്ടനുണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ
ഉറപ്പായിട്ടും. കാരണം എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ലെന്ന് വരെ ആൾക്കാർ പറഞ്ഞ സമയമുണ്ട്. സച്ചേട്ടനോട് പറഞ്ഞു. സച്ചേട്ടൻ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, സച്ച് സിനിമ ചെയ്യുവാണെങ്കിൽ സ്വാമിയായിരിക്കും മേക്കപ്പ്, അതിനാരും സംസാരിക്കേണ്ടി വരത്തില്ല. അതേപോലെയാണ് ഈ ഫഹദ് ഫാസിലിന്റെ കൂടെ കൂടിയതിന് ശേഷം എൻ്റെ സിനിമകളൊക്കെ നീ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നത് വലിയൊരു സംഭവമല്ലേ? അത് ശരിക്കും പറഞ്ഞാലേ ജയേട്ടനാണ് എന്നെ ശരിക്കും സിനിമയിലോട്ട് കൊണ്ടുവരുന്നത്. അനിൽ രാജ് എന്ന് പറയുന്ന ഡയറക്ടർ എൻ്റെ കടയിൽ വന്നിട്ട് മുടി വെട്ടാൻ വന്നപ്പോൾ ഞാൻ ചെയ്ത വർക്കുകൾ വെക്കുന്നത് കണ്ടിട്ട് ഇയാളെ പരിചയപ്പെടണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് റാഫി വഴി പരിചയപ്പെട്ട് പുള്ളിയെ ചെന്ന് ഞാൻ കാണുമോ. ആ സമയത്ത് ഞാൻ കടയിലില്ല, പിള്ളേരാരോ മുടി വെട്ടിവിട്ട്. അവിടെ ചെന്ന് കണ്ടപ്പോൾ സ്വാമി സിനിമയിൽ വർക്ക് ചെയ്തു. സ്വാമി ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ ചേട്ടാ, നമ്മളൊക്കെ ഇതുവരെ അറിയത്തില്ല, ഒരു കാര്യം ചെയ്യും, ഈ മുടിയോടൊക്കെ താല്പര്യമുള്ള ജയനെ വിളിക്കാൻ പറഞ്ഞു. പലതവണ വിളിച്ചു. ചേട്ടൻ ഓരോ ഡേറ്റ് പറയും, ആ ഡേറ്റിലെല്ലാം ഞാൻ വിളിച്ചു. ഒരു ദിവസം നീ മെയിൽ ചെയ്ത് തരാൻ പറഞ്ഞു നിൻ്റെ വർക്കുകൾ. എനിക്ക് മെയിൽ ചെയ്യാൻ അറിയത്തില്ല, ശരിക്കും കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം ഒന്നും നമുക്കറിയത്തില്ല. ഞാനിത് ഒട്ടിച്ച ഫോട്ടോ എല്ലാം എടുത്ത് ഒരാളുടെ എടുക്കാൻ കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞ് സ്കാൻ ചെയ്യുന്ന ഒത്തിരി പൈസ ആക്കണം, എത്ര പൈസ ആയാലും കുഴപ്പമില്ല. 4 മണിക്ക് അയക്കുന്നു, 7 മണിക്ക് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം, ഗംഭീരമായിട്ടുണ്ടോ വർക്ക്, അടുത്തൊരു പടമുണ്ട്, ഇത്രാം തീയതി വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. പക്ഷേ എനിക്കൊരു മനസ്സിലൊരു സങ്കടം, ഈ സെലിബ്രിറ്റീസ് അല്ലേ, അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇനി ഞാൻ വിളിക്കുന്നില്ല, ഇനി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ റഷീദിക്ക അവിടെ ശരിക്കും ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി തിരുവല്ലയിൽ വന്നു. അങ്ങനെ റഷീദിക്കായിട്ട് പരിചയമുണ്ട്. അപ്പോൾ റഷീദിക്കായിരുന്നു അതിൻ്റെ മേക്കപ്പ്. അപ്പോൾ ചേട്ടൻ റഷീദിക്കോട് പറഞ്ഞു, ഇങ്ങനൊരു പയ്യനുണ്ട് എന്ന് പറഞ്ഞിട്ട് പയ്യൻസിലേക്ക് വിളിക്കുകയായിരുന്നു, ആലപ്പുഴ. അവിടെ ലാൽ സാറിനെ പരിചയം. ലാൽ സാറിന് വേണ്ടിയാണ് ആദ്യം വർക്ക് ചെയ്തത്, സിദ്ദിഖില്ല ലാൽ സാർ എന്നെ ടൂർണമെൻറ്റിലേക്ക് വിളിച്ചു. ടൂർണമെൻറ്റിലായിരുന്നു 7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിലായിരുന്നു ഫഹദ് ഫാസിൽ. പക്ഷെ അന്ന് അദ്ദേഹം എന്നെ കൊണ്ട് വർക്ക് ചെയ്യിച്ചില്ല. പക്ഷേ പിന്നീട് ആ സിനിമയിൽ വർക്ക് ചെയ്തത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും അന്ന് അദ്ദേഹത്തോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഇനി എൻ്റെ എല്ലാ സിനിമകളും സ്വാമി ചെയ്താൽ മതി. അന്നാണ് ശരിക്കും ഫഹദ് ഫാസിലിന്റെ അച്ഛൻ ആരാണെന്നുള്ളതും മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വൈഫിനെ കൊണ്ട് ഫോട്ടോ കാണിച്ച് ഞാൻ ഇന്ന ആൾക്കൊക്കെ വെച്ചാൽ വൈഫ് കേട്ടെന്ന് പറഞ്ഞു, ഈ ആള് ഫാസിൽ സാറിൻ്റെ മോനാണല്ലോ എന്ന് പറഞ്ഞു. ഞാനെന്ത് വൈകിട്ട് വിളിച്ചു പോയി, സാറേ ശരിക്കും ആരാ? അപ്പോഴായിരിക്കും മനസ്സിലായത് ശരിക്കും ഫാസിൽ സാർ. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം എന്നെ ഈ സിനിമയിൽ കൂടുതൽ പിടിച്ചു നിർത്തിയ, കൂടെ ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യനാണ് ഫഹദ് ഫാസിൽ. എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹമാണ് പിന്നീട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ജയൻചേട്ടൻ ഇടയ്ക്ക് വിളിക്കും, പക്ഷേ എങ്കിലും എന്നെ എല്ലാ സിനിമകളും, ഒരു സിനിമ പോലും ഇന്ന് ഇപ്പോൾ രജനി സാറിൻ്റെ കൂടെ ഉള്ള പടമാണെങ്കിലും അമിതാഭ് ബച്ചൻ്റെ കൂടെ ഉള്ള പടം വരെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ വരാൻ പോകുന്നു ആവേശം. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹം ഫ്ലൈറ്റ് ടിക്കറ്റ് അദ്ദേഹം എടുത്ത് തന്നാ പോയെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത സമയത്ത് ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് ബെൽറ്റിൻ്റെ സിസ്റ്റം അറിയത്തില്ല. ഞാൻ ഇപ്പുറത്തിരുന്ന ആളുടെ ബെൽറ്റിൻ്റെ ഒരു സൈഡും അപ്പുറത്തിരുന്ന ആളുടെ സൈഡും ഇട്ട് പൊങ്ങാൻ നേരുന്ന മറ്റേ പുള്ളിക്ക് ബെൽറ്റ് ഇല്ലാതെ ഭയങ്കര ഇപ്പോഴും അത് പറഞ്ഞിരിക്കും. ഞങ്ങളന്ന് റാമുജി പോയി അവിടെ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യമായിട്ട് അന്നൊരു വലിയ ഹോട്ടലിലൊക്കെ താമസിക്കുന്നത് ശരിക്കും അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിലൊക്കെ. ആദ്യത്തെ സിനിമകളിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പം അവർ നമ്മളെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ജസ്റ്റ് വർക്ക് ചെയ്യാൻ വരുന്നു, ഒരു മുടിവെട്ടുകാരൻ എന്ന നിലയിൽ അപ്പുറത്തോട്ട് അവർക്ക് നമ്മളെ അറിയത്തില്ലല്ലോ. അപ്പം പിന്നീട് അദ്ദേഹമൊക്കെ നമ്മളെ കൂടെ ചേർത്ത് നിർത്തി അദ്ദേഹത്തിൻ്റെ യുവിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തു. അത് ഭയങ്കര കൾട്ടായിരുന്നു. അത് അമലേട്ടൻ ഇതുപോലെ തന്നെ സച്ചേട്ടനെ പോലെ തന്നെ നമ്മളെ കൂടി ഇരുന്ന് ഓരോന്നും പറഞ്ഞ് ആ വർഷത്തെ മേക്കപ്പിനുള്ള അവാർഡ് യുവിൻ്റെ പുസ്തകത്തിനായിരുന്നു. അതിൻ്റെ മേക്കപ്പ് മനോജ് ചങ്കമാലിയായിരുന്നു, അദ്ദേഹത്തിനായിരുന്നു. പക്ഷെ ആ മേക്കപ്പിനുള്ള അവാർഡ് കിട്ടിയപ്പോൾ അത് എനിക്ക് കിട്ടിയ അവാർഡ് പോലെ ഞാനത്. കാരണം നമ്മൾ ചെയ്തൊരു വർക്കിന് കിട്ടുന്ന ഒരു ഇതാണല്ലോ. അമലേട്ടൻ പറയും, എടാ അത് നന്നായിട്ട് ചെയ്ത് കേട്ടോ നീ, അതെനിക്ക് അത് ഭയങ്കര പുള്ളിയുടെ ഇപ്പോൾ ഇറങ്ങിയ ഭീഷ്മ കുറവും അതുപോലെ തന്നെ അമലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ. കാരണം അതല്ല ഈ അമലേട്ടൻ്റെ കൂടെയും രാജീവ് രവി, അതായത് കമ്മട്ടിപ്പാടമൊക്കെ ഞാൻ പറഞ്ഞു. രാജീവേട്ടൻ്റെ പടമൊക്കെ ആദ്യം ഞാൻ സ്റ്റീവ് ലോപ്പസ്, അന്നി റസൂലും ഇതൊക്കെ വർക്ക് ചെയ്തപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഫഹദ് ഫാസിലിൽ നിന്ന് കിട്ടിയ ബന്ധമാണ്. ഓ, ഈ കമ്മട്ടിപ്പാടത്തിൽ ശരിക്കും ഗംഗയുടെ കുട്ടിക്കാലവും കൂടെ കാണിക്കുന്നുണ്ട്. അതെ അതെ, പ്രോസ്തെറ്റിക് മേക്കപ്പിന്റെ ഒരു റോഷൻചേട്ടനായിരുന്നു എൻ്റെ മേക്കപ്പ്. അതിന്റെ അന്നേരം എന്നോട് പറയാം, അതിന് ഞങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ റിവേഴ്സാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം മുടി വളർത്തിക്കൊണ്ട് വന്നു, പിന്നെ അത് മുടി കുറച്ച് പിന്നെ മേക്കപ്പ് റോഷൻ പോലൊക്കെ ഭയങ്കര ഒരു ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അതൊക്കെ എനിക്ക് വലിയ. റഷീദിക്ക, റോഷൻ ചേട്ടൻ, റോണക് സേവിയർ, കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കൂടെ വർക്ക്. റഷീദിക്കയുടെ പേര് പറയുമ്പോൾ റഷീദിക്കയാണ് കൊണ്ടുവന്നത്. റഷീദിക്ക ഭയങ്കര നമ്മളെ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് അസിസ്റ്റൻസിനൊക്കെ വളരെ പൈസ കുറവാണ്. അന്ന് ഞാൻ ചെയ്യാൻ ചെന്നപ്പോൾ എനിക്ക് 2000 രൂപ അദ്ദേഹം മേടിച്ചു തന്നു പെർ ഡേ. കാരണം നമ്മൾ അതായത് ഒരു ആർട്ടിസ്റ്റിനെ
അവരുടെ കയ്യിൽ സ്കില്ലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു ഇത് അത് റഷീദിക്കൊക്കെ തന്നൊരിതാ. അതൊരു സംഭവമാണ് തീർച്ചയായും. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസ് പിള്ളേരെ എപ്പോഴും അവർക്ക് ആ ബഹുമാനവും സ്നേഹവും എപ്പോഴും കൊടുക്കും. ചിലപ്പോൾ ഞാൻ താമസിക്കുന്ന റൂമിൽ തന്നെ ആയിരിക്കും അവരോട് പറയും, അവരായിരിക്കും ചിലപ്പോൾ കൂടുതൽ അതിനകത്ത് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവരൊക്കെ തന്ന ഒരു സപ്പോർട്ട് ഭയങ്കരം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഈ കടയിൽ മുടിവെട്ടിക്കൊണ്ടിരുന്ന ഒരാൾ ലോകേഷ് കനകരാജ് പോലെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഈ സാധനം ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു അത്ഭുതമല്ലേ, ഒരു ഭയങ്കര സംഭവമല്ലേ? അതെല്ലാം ഫഹദ് ഫാസിലിന്റെ ഒരു ഗിഫ്റ്റ് ആണല്ലോ. എപ്പോഴും പറയും സാറിന്റെ ഒരു ഇത്, കാരണം സാറ് വളരുന്നതനുസരിച്ച് എനിക്കും വളരാൻ പറ്റും, എനിക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റി. അതൊരു വലിയൊരു ഇതാണ്. ഇപ്പം തന്നെ ലിജോ ചേട്ടൻ്റെ പടം ഞാൻ ആമേനല്ല ആദ്യം ലിജോ ചേട്ടൻ, അന്ന് ലിജോ ചേട്ടൻ എന്നോട് ഒന്ന് സംസാരിച്ചു പോലും ഇല്ല, ഒന്ന് ചിരിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ ഡബിൾ വാറിൽ വർക്ക് ചെയ്യാൻ ചെന്നപ്പോൾ ഒരു കുന്നിൻ്റെ മണ്ടയ്ക്ക് ഷൂട്ട് ഹെലിക്യാമേൽ ചെയ്യുന്നു, പൃഥ്വിരാജ് പോലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്, അവിടെ വെച്ചിട്ട് ഹെലിക്യാമിൻ്റെ ചാർജ് തീർന്നു പോകുന്നു. അപ്പം കുറേ ഫൈറ്റേഴ്സ് വന്നിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പം ലിജോ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഒരാളെ പോലും നോർമൽ ലുക്കിൽ എനിക്ക് സിനിമയിൽ വേണ്ട, ഒരു ആർട്ടിസ്റ്റിനെ പോലും. അപ്പോൾ ഇവർ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് കയറി ചെന്നു. പെട്ടെന്ന് അതിൻ്റെ ചീഫ് എന്നോട് പറഞ്ഞു, അത് റോണക്സ് ആയിരുന്നു മേക്കപ്പ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമി എന്തെങ്കിലും ചെയ്യണം. ഞാൻ കുറേ 1 days കളറെ ബ്ലേഡ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ ഉള്ള ആ ഫൈറ്റേഴ്സിനെ വേറൊരു ലുക്കിലാക്കി. അപ്പോൾ ഇത് കണ്ടിട്ട് പിറ്റേ ദിവസം എന്നോട് ചോദിച്ചു, സ്വാമി കഴിച്ചു. കാരണം നമ്മളെ നോട്ട് ചെയ്തോടെ. അവിടുന്ന് പൃഥ്വിരാജിന് വർക്ക് ചെയ്യാൻ ചെല്ലുന്നു. പുള്ളി എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, എന്താ പേര്, എവിടെ വീട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ പടങ്ങൾ, അയ്യപ്പന് കോശി പോലുള്ള അദ്ദേഹം മെയിൻ സ്ട്രീമിൽ വന്ന പടം, കൂടെ അങ്ങനെ കുറേ പടങ്ങൾ ചെയ്ത് ഇപ്പം എമ്പുരാനിലാണ് ഇപ്പം ഞാൻ രാജുവേട്ടനോട് അവസാനം ചെയ്തത്. ലണ്ടനിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചീഫ് ശ്രീതേട്ടനാണ് എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ശ്രീതേട്ടന് വരാൻ പറ്റിയില്ല, വിസ കിട്ടിയില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടുത്തെ. എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അവസാനം അതായത് എല്ലാവർക്കും താങ്ക്സ് കൊണ്ട് കേട്ടോ. എൻ്റെ പുള്ളി എടുത്തു പറഞ്ഞു, സ്വാമി താങ്ക്സ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ആർട്ടിസ്റ്റുകൾ 20 ആർട്ടിസ്റ്റുകളൊക്കെയാണ് ഡെയിലി. തലേദിവസം ഞാൻ അവർക്ക് വർക്ക് ചെയ്ത് നോക്കും. അവിടെ 2 മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർ തന്നിട്ടുണ്ട്. അവർ മെയിനിലുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്തു, ബാക്കിയുള്ളവരെല്ലാം നമ്മൾ വർക്ക് ചെയ്തു. അതിനകത്ത് ഗെയിംസ് ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന പടമുണ്ട്. അതിനകത്ത് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളിക്ക് മിലിറ്ററി കട്ടാക്കണം, പക്ഷേ ലോങ് ഹെയറാ, പക്ഷെ മുടി കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് ഞാൻ ടെൻഷൻ അടിച്ചു പോയി. പിന്നെ ഒരു ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം ചെയ്തു വെച്ചതുകൊണ്ട് അത് കറക്റ്റ് ആ വർക്കായി. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ലാൽ സാറിൻ്റെ അളിയൻ വാലാജി സാറിനോട് പറഞ്ഞു, ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത്, നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറയുന്നത്. വാലാജി സാറ് തിരിച്ചു പോരാനായിട്ട് പറഞ്ഞു, സ്വാമി അദ്ദേഹം സ്വാമിയെക്കുറിച്ച് ഭയങ്കര അഭിപ്രായം പറഞ്ഞത്, കഴിഞ്ഞ പടത്തിൽ ഈ പയ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതിലും ഗംഭീരമാകാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഒരു പുള്ളി ഇപ്പം രാജുവേട്ടനെ പോലെ ഒരാൾ നമുക്ക് തന്നൊരു അവസരം, ശ്രീധരൻ ഇപ്പം എന്നെ സജസ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനെ അവസരമാകും. അങ്ങനെ രാജുവേട്ടൻ ഭയങ്കരമായിട്ട് എന്നെ രാത്രി വീഡിയോ കോളിൽ വിളിച്ചിട്ട് വൈകുന്നേരം എന്താ വരാതെന്നൊക്കെ ചോദിച്ച്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു പടത്തിൽ വർക്ക് ചെയ്തിട്ട് നമ്മളെ ഡയറക്ടർ ഉൾപ്പെടുന്ന ആൾക്കാരെ നമ്മളെ വിളിക്കുന്നത്. അവരുടെ ഒരു ആഹാരം കഴിക്കുന്ന സമയത്ത് വിളിച്ച് രാജുവേട്ടൻ, അതെനിക്കൊരു വലിയൊരു അനുഭവമായി. ഈ പ്രാവശ്യത്തെ എൻ്റെ ലണ്ടനിലുള്ള യാത്ര. ഇപ്പോൾ US പോകാനായിട്ടെല്ലാം കൊടുത്തിട്ടിരിക്കുക. അപ്പോൾ നമുക്കിനി വിസ കിട്ടണം. വിസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വർക്ക് അവിടെ അതിൻ്റെ കൂടെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ലഡാക്കിലായിരുന്നു ആദ്യം. ലഡാക്കിലെല്ലാം വർക്ക് ചെയ്തു. ഗംഭീര സിനിമയായിരിക്കും. കാരണം ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ലഡാക്ക് കഴിഞ്ഞു, US കഴിഞ്ഞു, UK കഴിഞ്ഞു, ഇപ്പോൾ അടുത്ത് US. ഇനി അടുത്ത ഇന്ത്യയിലുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് ഇനി അടുത്ത ലെവലായിരിക്കും. ഈ ഷാജി പാപ്പാന്റെ മീശ ഭയങ്കര ഐഡന്റിറ്റി ആയിരുന്നു. മുണ്ട് മടത്തുകെട്ടലും ഒക്കെ ഉണ്ടെങ്കിലും ആ മീശയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തത്. കോമഡിക്ക് ചെയ്യുന്ന സമയത്ത് അത് കോമഡിയായി മാറുന്ന സമയത്തും ഭയങ്കര രസമായിട്ട് തന്നെ വന്നു. മനസ്സിലായി, പാപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ മനസ്സിനകത്ത് ഭയങ്കരമായിട്ട് കിടക്കും. എനിക്ക് തോന്നുന്നു ജയേട്ടൻ ചെയ്തതിൽ ആൾക്കാർ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്, കുട്ടികൾ വരെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഷാജി പാപ്പൻ. എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറയുകയാണ്, സ്വാമി എൻ്റെ ഒരു പുതിയ പടം ഉണ്ടടാ, നീ വരണം, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലോ. ചേട്ടാ എൻ്റെ ഫോൺ ഓഫായി പോയി, അത്യാവശ്യമായിട്ട് വരണം, നീ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വേണം വരാൻ. അപ്പം എനിക്ക് മനസ്സിലായില്ല, ഇദ്ദേഹം ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദി സീൻ എടുക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. ആദ്യത്തെ വേഷൻസ് ഇതായി പോയല്ലോ. അപ്പം ആദ്യമായിട്ട് ഷാജി പാപ്പൻ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പം നിതിൻ ഇമ്മാനുവലിൻ്റെ എൻ്റെ ഡയറക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടെൻഷനുണ്ട്, ഇത് ശരിയാകുമോ, ചെയ്താൽ റെഡിയാകുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ടോ, കുഴപ്പമില്ല, അവനത് റെഡിയാക്കുള്ളൂ. എത്ര സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ 15-20 മിനിറ്റ്. എത്ര 20 മിനിറ്റോ? അതിന് പെട്ടെന്ന് പിള്ളേസ് 20 മിനിറ്റ് ഞാൻ കട്ട് ചെയ്തു, പെട്ടെന്ന് ബ്ലേഡ് വെച്ച് ഷേപ്പ് ചെയ്തു, പെട്ടെന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഷാജി പാപ്പൻ്റെ ലുക്ക്.
ഞാൻ ഉദ്ദേശിച്ച കഥാപാത്രം ഇതാന്ന് പറഞ്ഞു പുള്ളി എനിക്ക് കൈയൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് 2 സെക്കൻഡിൽ എനിക്കൊരു ആദ്യമായിട്ടൊരു സോറി ഞാൻ ഇദ്ദേഹത്തെ വർക്ക് ചെയ്യുന്നൊരു വീഡിയോ, അതാണ് എനിക്ക് ഒന്ന് 6 ലക്ഷം പേരെങ്കിലും കണ്ടിട്ടുണ്ട് ആ വീഡിയോ, അദ്ദേഹത്തെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ. ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇതായിരുന്നു ആ ഷാജി പാപ്പൻ്റെ ലുക്ക്, അംഗീകാരം. ശരിക്കും എൻ്റെ നാട്ടിൽ തന്നെ ആൾക്കാർ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്തു ആ സിനിമ ഇറങ്ങിയ. പിന്നെ ഷാജി പാപ്പൻ്റെ ലുക്ക് ചെയ്ത സാമിയാന്ന് പറഞ്ഞു. ഞാൻ പണ്ട് പറയാം, ഞാൻ ജയസൂര്യമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ചുമ്മാ കള്ളം പക്ഷെ ആ വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിലായിരുന്നു ശരിക്കും ഞാനാണ് അത് ചെയ്തതെന്ന് അവർ ശരിക്കും അത് ഫീൽ ചെയ്തു. ഈ ഫഹദ് ഫാസിലിൻ്റെ കൂടെ കൂടിയതിന് ശേഷം പുഷ്പയിലെ മൊട്ട IPS നമ്മുടെ മനസ്സിനകത്ത് ഭയങ്കരമായിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞത് തെലുങ്കിലുള്ള ഒരു പോലീസ് ഓഫീസർ മീശ കുറച്ച് അപ്പം ഇങ്ങനെ റൗണ്ട് ചെയ്യണം മീശ എന്ന് പറഞ്ഞു. പക്ഷെ മുട്ട അടിച്ചത് ഞാനല്ല, അത് ഒരു പ്രോസ്തെറ്റിക് വർക്കായിരുന്നു. അത് അതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നെ ബോൾ ക്യാപ്പ് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മീശയാണ് ഞാൻ ആക്ച്വലി അതിനകത്ത് വർക്ക് ചെയ്ത് കൊടുത്തത്. പക്ഷെ ഈ മുട്ടയും ആ മീശയും കൂടെ വന്നപ്പോൾ അത് കൃത്യമായി. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ അത് മുട്ട അടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ ആവേശം എന്ന് പറയുന്ന പടം ഉള്ളത് കൊണ്ട് അത് മുട്ട അടിക്കാൻ പറ്റിയില്ല. മറ്റേ അടിച്ചിട്ട് കൃതാവ് കാത്തിറക്കി മീശ അത് രണ്ടിനും സിമിലായിട്ട്, അതായത് വാൾ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ അതാവണം, അല്ലെങ്കിൽ മീശ അത് അങ്ങനെയായിരുന്നു അത് ചെയ്തത്. അല്ലെങ്കിൽ ഞങ്ങൾ മുട്ട അടിക്കണമെന്ന് വിചാരിച്ച. പക്ഷേ ക്യാരക്ടർ ഞാൻ, അതായത് എനിക്ക് അതിൻ്റെ ഒരു വലിയൊരു അനുഭവമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങി രേസ് എന്ന് പറഞ്ഞു ഷമ്മിയുടെ മീശയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ശ്യാമേട്ടനായിരുന്നല്ലോ എൻ്റെ, ശ്യാമേട്ടൻ പറഞ്ഞ് ഇങ്ങനെ വീശ എടുക്ക്, ഇങ്ങനെ കറക്റ്റാക്കും, ഇങ്ങനെ ചെയ്യും. ആ വീശ എടുത്ത് വന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ എടുത്തപ്പോൾ ഒന്നും തോന്നിയില്ല. സിനിമ കണ്ടപ്പോൾ ഷമ്മിക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് വീശയായിരുന്നു. അടിപൊളിയാണ്. ചില ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഫഹദ് ഭായിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ, ചെറുതായിട്ട് ഗ്രോത്ത് മാറ്റി കഴിഞ്ഞാൽ അത് ലുക്ക് വേറെ ആവും പറ്റും. ഇപ്പോഴും ഞാൻ സംസാരിച്ചു ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ പെർഫോമൻസ് കൊണ്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. അതേപോലെ മഹേഷ് നാരായണന്റെ മാലിക്കിൽ ഞാൻ ചെയ്തായിരുന്നു. ഫഹദിന്റെ ലുക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. അത് ഓരോരോ ഏരിയകൾ വർക്ക് ചെയ്തു കൊടുത്തു. അത് നമ്മളിവിടെ എറണാകുളത്തെങ്ങാണ്ട് കടലിന്റെ സെറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ മണലൊക്കെ വിരിച്ചിട്ട് ഗ്രീൻ മാറ്റൊക്കെ ചെയ്താണ് അന്ന് ചെയ്തത്. അടിപൊളി. ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ബ്ലേഡ് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങച്ചാൽ NSSലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് സ്ഫടികം എന്ന് പറയുന്ന ഷൂട്ടിംഗ് ചങ്ങനാശ്ശേരി വരുന്നു. മോഹൻലാൽ സിൽക്ക് സ്മിത വരുന്ന സമയം നമ്മളുടെ ചെറുപ്പത്തിൽ ഇവരെ കാണാൻ പറ്റുമോ എന്ന് പറയുന്നത്, ലാലട്ടറെ കാണാൻ പറ്റുമോ, സിൽക്ക് സ്മിതയെ കാണാൻ പറ്റുമോ എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതം. ഞങ്ങൾ ഏറ്റവും പുറകിലിരിക്കുന്ന പിള്ളേർ, വലിയ ജനല, അതിന് അഴിയൊന്നുമില്ല, ചാടി ഷൂട്ടിംഗ് കാണാൻ പോയി. പിറ്റേ ദിവസം സ്കൂളിൽ വന്നപ്പം പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, ടീച്ചറെ ഇവൻ ഇന്നലെ ക്ലാസ് കട്ട് ചെയ്ത് പോയിക്കോളെ. എന്നോട് ചോദിച്ചാൽ അവിടെ പോയത്, ഞാൻ പറഞ്ഞാൽ അമ്മാവിൻ്റെ കൂടെ പോയതാണ്. അമ്മാവിനെ വിളിച്ച് ക്ലാസ് കയറിയത്. അച്ഛനെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല, അച്ഛനൊക്കെ ഭയങ്കര സീരിയസാണ്, ടെററാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അച്ഛനെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അമ്മാവൻ എന്ന് പറഞ്ഞൊരു അവിടുന്ന് യൂണിയൻ പണിക്കാരനെ വിളിച്ചുകൊണ്ട് പോയി. അമ്മാവനോട് അച്ഛൻ്റെ പേര് വെച്ചപ്പോൾ അറിയത്തില്ല. അപ്പോൾ അളിയൻ്റെ പേര് അറിയത്തില്ല, അത് ഇതെന്തോ കരികടയെന്ന് മനസ്സിലായി. അന്ന് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ ശരിക്കും പഠിക്കാൻ പോകുന്നില്ല, വെറുതെ കുരുമുളക് കറി അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് അച്ഛൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, അദ്ദേഹം ആലപ്പുഴ മുനിസിപ്പൽ കമ്മീഷനായിരുന്നു. അവിടെ ചെന്ന് നിൽക്കുമ്പം ഈ അവിടുത്തെ കുട്ടികളോട് പഠിക്കുന്ന എത്രല്ലാന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനൊന്നുണ്ട്. എന്നോട് ചോദിക്കുമ്പോൾ എനിക്കില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ പഠിക്കാൻ നിൽക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു, നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, SLC ബുക്ക് എടുക്കുക. SLC ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ലൈസൻസ് എങ്കിലും കിട്ടും. അങ്ങനെ SLC ബുക്കിന് വേണ്ടി 10ാം ക്ലാസ് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവിടെ മനസ്സിലായത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കടമ്പയാണല്ലോ. പക്ഷെ ഗണിതശാസ്ത്രത്തിനോട് ഇഷ്ടം ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് ഹാർഡി ഡിസ്കവറി ഓഫ് രാമാനുജൻ ഹാർഡിയുടെ കണ്ടെത്തലായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് ചെയ്തിട്ടുള്ള ആളല്ല. അപ്പോൾ ജോമെട്രി പ്രോഗ്രഷൻ, അരത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ 2 പ്രോഗ്രഷൻസ് ഉണ്ട്. ജോമെട്രി പ്രോഗ്രഷൻ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചിട്ടില്ല. അരത്തമാറ്റിക്കിലുണ്ട് Tn - T1 / D+1, അവസാന സംഖ്യ മൈനസ് ആദ്യ സംഖ്യ ബൈ പൊതുവ്യത്യാസം +1 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ജോമെട്രി പ്രോഗ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും 10ാം ക്ലാസ് പഠിച്ചു, ജയിച്ചു. അങ്ങനെ MG കോളേജിൽ അഡ്മിഷൻ കിട്ടി മാത്തമാറ്റിക്സിന്. അത് ലാലേട്ടൻ പഠിച്ച കോളേജ്. അപ്പോൾ എന്തായാലും ഒന്നുമില്ല, എൻ്റെ സീനിയറായിട്ട് ലാലേട്ടൻ പഠിച്ചപ്പോൾ ഞാൻ അവിടെ പോയി പഠിച്ചു. പക്ഷെ അവിടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് കൂട്ടുകാരനെ മുടി വെട്ടി, അങ്ങനെ മുടിവെട്ട് പഠിച്ച് നാട്ടിൽ വന്ന് മുടിവെട്ടുമായിട്ട് നടന്നിട്ടാണ് ശരിക്കും അതിനോടൊരു ഇഷ്ടം തോന്നി പിന്നെ ഇതിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ ബ്ലേഡിന്റെ ഇത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ട്രിമ്മർ ഒന്നും ഇല്ലല്ലോ, ശരിക്കും കത്തി ഒന്നും അറിയത്തില്ല.
അപ്പോൾ ഒരു ബ്ലേഡ് ഒടിച്ച് സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് തന്നപ്പോൾ അത് ഭയങ്കര ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഈ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ചെയ്യും. പിന്നെ എനിക്ക് തലയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ഹോബി. അപ്പോൾ ചിത്രം വരച്ചിട്ട് ബ്ലേഡ് കൊണ്ട് ഷേപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഷാർപ്പ്നെസ് ആണ്. ഇടയ്ക്ക് ജയസൂര്യയുടെ തലയിൽ ലീഫ് ആർട്ട് അത് ഇതായിരുന്നു 3 Kings എന്ന് പറഞ്ഞ പോലെ. അത് ഞാൻ ലീഫ് ഹെയർ സ്റ്റൈൽ എന്ന് പറയും. അത് ഞാൻ ശരിക്കും ചെയ്തുകൊണ്ട് നടന്ന ഹെയർ സ്റ്റൈൽ. പയ്യൻസിനകത്ത് അതിൽ ശരിക്കും പറഞ്ഞ ജയേട്ടൻ കണ്ടിട്ടാണ് ഈ 3 Kingsലേക്ക് അത് സെലക്ട് ചെയ്ത് അങ്ങനെ അതാണ് അങ്ങനെ ചെയ്തത്. അത് ശ്രദ്ധിക്കപ്പെട്ടു. അതിനകത്തൊരു വലിയൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ജയേട്ടനെ വിളിച്ചിട്ട് മമ്മൂക്ക പറഞ്ഞു ഇതാരാണ് ഇത് ചെയ്തത്, അവരുടെ അടിപൊളിയാണല്ലോ. എന്നിട്ട് പിന്നീട് ഈ ബ്ലേഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്കിൽഡ് അല്ല എന്ന് ആൾക്കാർക്ക് തോന്നും. എന്ന് വെച്ചാൽ രസമാണ്, കാണാൻ പുതുമയുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും കത്തി കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കത്തിയിലേക്ക് മാറണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. കത്തി രണ്ടും ഞാൻ വർക്ക് ചെയ്യും. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ബ്ലേഡിൽ ഇങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഗ്രേഡൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കയറി എല്ലാം സെറ്റ് ചെയ്ത് ഈ ചീപ്പിനകത്ത് ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ ആ ഗ്രേഡ്നെസ് ഭയങ്കരമായിട്ട് കിട്ടും. ഓ, അങ്ങനെയാണ് അത് ആയുധമായത്. അത് നല്ലതായല്ലേ? അതൊരു ആർട്ടാണ്. അത് ഭയങ്കര എനിക്കിപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ലണ്ടൻ സ്കൂൾ ഓഫ് മേക്കപ്പ് പോയി പഠിക്കണം. ഇതിനകത്ത് കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഡോക്ടറേറ്റ് എടുക്കണമെന്നാണ് ആഗ്രഹം. ആഗ്രഹിക്കാം, നടക്കുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ്. ആഗ്രഹിച്ചാൽ നടക്കും. പക്ഷെ എൻ്റെ ആഗ്രഹമാണത് ഇവിടെ. അതിനകത്ത് ഒരു PhD ചെയ്യണം. കാരണം ഞാൻ കണ്ടുപിടിച്ച കുറേ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. ജാഗ്വർ എന്നൊക്കെ പറഞ്ഞ ഹെയർ സ്റ്റൈൽ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഉറക്കത്തിൽ ഒരു സ്വപ്നത്തിൽ കാണുന്ന സാധനങ്ങളാണ്. അതെങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ അതല്ല, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഉറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഐഡിയാസ് ഇങ്ങനെ പാസ് ചെയ്തു പെട്ടെന്ന് അത് സ്റ്റോർ ചെയ്യും. അത് രാവിലെ എഴുതിയിട്ട് ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ അപ്പോഴാണ് മനസ്സിലായ ശരിക്കും ബ്ലോണ്ട് ചെയ്യുമ്പോൾ യെല്ലോ കളറാണ്. യെല്ലോയിൽ ബ്ലാക്ക് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ജാഗർ പുള്ളിപ്പുലിയുടെ തോല് പോലായി. ഓ, അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചാളെ അങ്ങനെ കുറേ ഹെയർ സ്റ്റൈലും ചെയ്തിട്ടുണ്ട്. ഉടുമ്പിനെയൊക്കെ തലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബാരൽ ആ സാധനമൊക്കെ ലിജോ ചേട്ടൻ പറഞ്ഞു ഒരു ആർട്ടിസ്റ്റ് പോലും നോർമൽ ലുക്കിൽ ചെല്ലരുതെന്ന് പറഞ്ഞില്ല. പക്ഷെ പടം തീർന്നു കഴിഞ്ഞപ്പോഴെല്ലാം ആർട്ടിസ്റ്റും എല്ലാം നോർമൽ ലുക്കിലായി, ടെക്നീഷ്യൻസ് മൊത്തം ഭയങ്കരമായ ലുക്കിലായി പോയി. കാരണം ഓരോ ചെറിയ ചെറിയ സമയങ്ങൾ കിട്ടുന്ന ടൈമിൽ ഈ ടെക്നീഷ്യൻസിനെ എല്ലാം പിടിച്ച് ഇതുപോലെ ലുക്കാക്കി വിടുക. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ലിജോ ചേട്ടനെ കണ്ടിട്ടുള്ളവരാണ് മലയക്കോട്ടെ വാലിബൻ വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഈ വാലിബനില് മല്ലനെയൊക്കെ ചെയ്യുന്ന സമയം മല്ലനെയൊക്കെ ചെയ്തപ്പോൾ റോണക് സേവ്യർ ആണല്ലോ എൻ്റെ മേക്കപ്പ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാമി വരണം, ഇങ്ങനൊരു വർക്കുണ്ട്. അപ്പോൾ ലിജോ ചേട്ടൻ എന്നെ നേരത്തെ പറഞ്ഞായിരുന്നു സാമി ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്, റോണക്സ് ആണ് മേക്കപ്പ്, സാമി എന്തായാലും വരണം, റോണക്സ് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ചീഫ് അദ്ദേഹമാണല്ലോ. അപ്പം അദ്ദേഹത്തിനോട് ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹമൊക്കെ തന്ന സപ്പോർട്ടുകളാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഊർജ്ജം. അപ്പം ഈ വാലിബൻ ഇറക്കി ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ഇന്ന ലുക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു ടെക്നിക്കുണ്ട്, സ്റ്റിച്ച് ചെയ്യാം നമ്മൾ. ഇപ്പോൾ ഇത്രയും മുടിയോ ഉള്ളെങ്കിൽ ആ മുടിയെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വരാം. അപ്പോൾ കേളുമല്ലനെയൊക്കെ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തു. അതിനകത്ത് വലിയൊരു ഇതെന്ന് പറയുന്നത് അദ്ദേഹം ആ ആർട്ടിസ്റ്റിനെ ഞെട്ടിപ്പോയി. എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു അത്ര ദിവസം ആ സ്റ്റിച്ച് ചെയ്ത മുടിയായിട്ട് അയാൾ നടക്കുമായിരുന്നു. അതുപോലെ തന്നെ അത്രയും ദിവസം പുള്ളി അത് വെച്ചു. അവസാനം ഞാൻ മുട്ടയടിച്ച് കൊടുക്കുമായിരുന്നത്. കാരണം പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി. കാരണം ആ ലുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ലുക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലിജോ ചേട്ടൻ വന്നിട്ട് ലിജോ ചേട്ടൻ വന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ആദ്യം കേളുമല്ലനെ കണ്ടു പറഞ്ഞു അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു വലിയ അനുഭവം. അതുപോലെ തന്നെ മാങ്കോട്ട് വല്ലൻ, അതോടൊപ്പം തന്നെ ചമതകൻ, പിന്നെ വെക്കാളെ, ലേഡി വെക്കാളെ, ഇവരുടെ എല്ലാം ഡൂപ്പിനെ ഞാൻ ഉണ്ടാക്കി. ഇതുപോലെ തന്നെ അതിനകത്ത് പല സീൻസിലും ഡൂപ്പുകളുണ്ട്, പക്ഷെ അറിയത്തില്ലല്ലോ. അതുപോലെ തന്നെ അതായത് ലേഡി വെക്കാളയുടെ ഒക്കെ ഡൂപ്പ് നമ്മൾ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ചെയ്തെടുത്തു. ഇപ്പോഴും നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് ലേഡി വെക്കാളയുടെ ആണെന്ന്. അങ്ങനെ എല്ലാവരുടെയും ലുക്ക് ഞങ്ങൾ ഡൂപ്പും ചെയ്തെടുത്തു. അത് അടിപൊളി. ഈ അടുത്ത് ഓ ബേബി സിനിമ കണ്ട സമയത്ത് അതിലൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ്റെ ചിരി ഇങ്ങനെ കോടിയിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ആർട്ടിസ്റ്റ് അസാധ്യമായിട്ട് ചെയ്തു. പിന്നീട് നിങ്ങളുടെ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലായത് അത് അങ്ങനെ ചെയ്തെടുത്തതാണ്. അതെ, അതായത് അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും സാർ ഒരു ബ്രീഫ് തരും. രഞ്ജൻ സാർ പറയും. രഞ്ജൻ സാറിന്റെ ശരിക്കും റോസ് കിറ്റാനിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് മേക്കപ്പ് ആയെന്ന് പറഞ്ഞപ്പോൾ OBB വർക്ക് ചെയ്യാൻ പറഞ്ഞു. OBB വർക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇദ്ദേഹമാണ് ഇന്നയാൾ അപ്പച്ചൻ, ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പം ഇദ്ദേഹം ശരീരം ഒരു സൈഡ് തളർന്നിട്ടുള്ള ആൾ കോടിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ച പിന്നെ നമുക്കത് അതിനൊരു പ്രത്യേക ഒരു സംഭവമുണ്ട്, അത് ചെയ്താൽ കുഴപ്പമുണ്ടെന്ന്. പുള്ളി ഭയങ്കര ഹാപ്പിയായിരുന്നു. പുള്ളി നാടകമാണ്, ഗംഭീര ആർട്ടിസ്റ്റാണ്.
അപ്പം അദ്ദേഹം അങ്ങനെ വെച്ച് തന്നു. അത് വെച്ചിട്ട് ഞാൻ അതെല്ലാം വർക്ക് ചെയ്ത് റെഡിയാക്കി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂറ്റി നോക്കാൻ വേണ്ടി മാത്രം എന്നോട് പറഞ്ഞു മോണിറ്ററിൻ്റെ ബാക്ക് സൈഡിൽ വന്നിരിക്കണം. കാരണം എനിക്ക് മാത്രമേ അവിടെ മോണിറ്ററിൻ്റെ ബാക്ക് സൈഡിൽ പിന്നെ ചെന്ന് നിൽക്കാനുള്ളതുള്ളൂ. പുള്ളി കറക്റ്റ് ഫോളോ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതാ അപ്പോൾ പുള്ളി അതിനകത്ത് ഒരു സംഭവമുണ്ട്, ബേബി എന്താ ചെകുത്താമല്ലയിൽ പിള്ളേർ പിള്ളേരല്ലേ, അവർ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നല്ലേ, എന്നാൽ നിൻ്റെ മോനിനി വേണ്ട, അവനെ കൊന്നു കളഞ്ഞേക്കാൻ. അപ്പോൾ പുള്ളി പറയുന്ന ആ സീക്വൻസിൽ ആ പെർഫോമൻസ് കണ്ടിട്ട് അവിടെ ആൾക്കാർ കൈയടിച്ചു പോയി ഈ പുള്ളിയുടെ ഒരു കേട്ടിട്ട്. അതുപോലെ ദിലീഷ് ചേട്ടന് ശരിക്കും ഞാൻ ഭീഷ്മപർവ്വത്തെ മുടി മൊത്തവും എടുത്ത് കളഞ്ഞായിരുന്നു, ഷെയ്വ് ചെയ്ത് കളഞ്ഞ. പിന്നെ ഞാനത് രണ്ടാമത് മുടിയില്ല അവിടെ ആ ബേബിക്ക് വേണ്ടി മുടി ഒട്ടിച്ചെടുത്തതാണ്. ഓരോ മുടികൾ ഒട്ടിച്ചെടുത്തിട്ടാണ് ആ ഓ ബേബിയിൽ വിജുവേൻ്റെ ലുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, അത് കാണുമ്പോൾ ഇപ്പം ഇനി സിനിമകളെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിരിക്കണം. ആർട്ടിഫിഷ്യാലിറ്റി വരുവാണെങ്കിൽ നമ്മൾ ആൾക്കാർ പറയും അത് വിഗ് വെച്ചാണ്. ഇനി വിഗ് വെച്ച ഒരു ഫീൽ ഉണ്ടാക്കാതെ മലയാള സിനിമയിൽ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് അതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചലഞ്ച്. അതെന്തായാലും നമ്മൾ ചെയ്യും, പക്ഷെ ശ്രമിക്കും. നടക്കുക എന്നുള്ളത് ഒരു ഇത് എല്ലാവർക്കും ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ട്, ഇത് ശരിയാവോ. ഇപ്പം തന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് ഒരു പാണ്ട് ഉണ്ടാക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ ആ പാണ്ട് ഉണ്ടാക്കി ഞങ്ങൾ വിജയിച്ചു, സക്സസ് ആയി. കാരണം അവരെല്ലാം ആശങ്കയില്ല ഇതെങ്ങനെയായിരിക്കും. അതായത് അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ സാധാരണ പാലറ്റല്ല, അതിനകത്തൊരു ആൽക്കഹോൾ പാലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഗ്രേഡിങ് കൊടുത്തു കഴിയുമ്പോൾ കൃത്യമായിട്ട് ആ പാണ്ട് നമുക്ക് വർക്ക് ചെയ്ത്. ശരിക്കും ഈ പ്രോസ്തറ്റിക് മേക്കപ്പും കൂടെ ആകുമ്പോൾ ശരിക്കും അതൊരു വേറെ ഏരിയയും കൂടെ ആണല്ലോ, അതും കൂടെ പഠിച്ചാലേ നമുക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റും. ഞാൻ ക്രൈലോണിന്റെ കമ്പനി പഠിച്ചിട്ടുണ്ട്, പ്രോസ്തറ്റിക് പഠിച്ചു. ഇനി എനിക്ക് അതിന്റെ ഹയർ സൈഡ് റോബോട്ടിക് ആൻഡ് പ്രോസ്തറ്റിക് എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്. അതായത് നമുക്ക് ചലിപ്പിക്കാം. ഇപ്പൊ കുഞ്ഞുങ്ങളെ, ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളെ നമുക്ക് ഇപ്പം ഇത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, കാരണം അതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കുഞ്ഞുങ്ങളെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളെ അതിനകത്ത് റോബോട്ടിക് വെച്ചിട്ട് നമുക്ക് ചലിപ്പിക്കാം, എന്തിനകത്തൊക്കെ ചെയ്താൽ. ആ സിസ്റ്റം കൂടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ CG റോബോട്ടിക്കും ഈ പ്രോസ്തറ്റിക്കിൻ്റെ ഒരു ഏരിയയും കൂടെ വന്നു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആക്കാം മൊത്തം. ഒരാളുടെ കൈ വെട്ടിക്കളയുന്ന നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കാരണം അത്ര ലൈവായിട്ട് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്. ആ ഫണ്ട് നമുക്കൊന്നുമില്ല. പണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള പ്രോസ്തറ്റിക് ഞാനൊക്കെ ആദ്യം കാണുന്നത് മൈക്കിൾ ജാക്സന്റെ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം ഉണ്ട്. അതിനകത്ത് ഫുള്ളി ആയിരുന്നു ആദ്യം. ഞാൻ അതിലൂടെയാണ് ഇത്. പിന്നെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ത്യൻ ആയിരുന്നു കമൽഹാസന്റെ. കമൽ സാറിന്റെ ഒരു വലിയൊരു ഏരിയ തന്നെയാണല്ലോ ഫുള്ളി. മേക്കപ്പിലും ഭയങ്കര. അപ്പോൾ അത് ഈ പ്രോസ്തറ്റിക്കിൻ്റെ വലിയ സാധ്യതകളുണ്ട്. ഇനി ഇന്ത്യൻ സിനിമകളിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുക. നമ്മൾ ചെയ്യാനുള്ള കഥകൾ മുഴുവനും ചെയ്തു ഇത്രയും നാൾ കൊണ്ട്, എല്ലാ ഇമോഷൻസും കണ്ട്. ഇനി ശരിക്കും ഇമാജിൻ ചെയ്തിട്ടുള്ള കഥകളൊക്കെ ഒത്തിരി വരാനുണ്ട്. അതിനി വലിയ സാധ്യതകളുണ്ട്. സൂപ്പർ ഹീറോസുകളുണ്ട്. നമുക്ക് 1000 ദൈവങ്ങളാണ്, അതിനകത്തെല്ലാം ഇനി ഹീറോസുകൾ വരാം. അപ്പോൾ അതൊന്നും ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ അധികം അങ്ങനെ വന്നിട്ടില്ല. മറ്റുള്ള സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഡിങ്കനുണ്ട്, അതുപോലെ തന്നെ ഗണപതിയുണ്ട്, ഹനുമാനുണ്ട്. ഇങ്ങനെ അതെല്ലാം സൂപ്പർ ഹീറോസ് ആയിട്ട് ഇനി ഈ കാലഘട്ടത്തിലേക്ക് വരാമല്ലോ. സ്പൈഡർമാനെ പോലെ നമുക്ക് ഒരുപാട് ജോലി ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഒരുപാട് സാധ്യതകളുണ്ട്. സാധ്യതകൾ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യുന്നില്ല. ആ സാധ്യതകളിലൂടെ പിന്നെ നമ്മുടെ മലയാളത്തിലുള്ള എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. അവർ ഓരോ കാര്യങ്ങളെ നമുക്ക് ആ ഒരു ഫ്രീഡം തരുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റുകൾ അത് അങ്ങനെ ചെയ്യുക, അത് ചെയ്യും. ചിലതൊക്കെ പാളിപ്പോവും, ചിലതൊക്കെ പാളിപ്പോയതൊന്നും നമ്മൾ പുറത്തറിയുന്നില്ല. പക്ഷേ എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പ്രണയമെന്ന് വെച്ചാൽ എന്തോ അതറിയത്തില്ല, ഒരു വട്ട. പക്ഷെ ആ വട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതെന്നെ വേറെ ലോകത്തിലേക്ക്. ഞാൻ ഇതുവരെ UK പോയി വർക്ക് ചെയ്യാമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് സെക്കൻഡ് ടൈമാണ് ചെയ്യുമ്പോൾ. ആദ്യം ബിഗ് ബെൻ എന്ന് പറഞ്ഞ പടം ആദ്യമായിട്ട് ഇപ്പോൾ വരാൻ റിലീസ് ആകുമ്പോൾ അനുമോഹൻ്റെ പടം. അനുമോഹനാണ് എന്നെ അതിനകത്തോട് സജസ്റ്റ് ചെയ്തത്. ആ പടത്തിനകത്ത് പോയി ആദ്യം ലണ്ടനിൽ പോയി വർക്ക് ചെയ്തു. സെക്കൻഡ് ഇപ്പോൾ എമ്പുരാൻ. അടിപൊളി. അപ്പോൾ അവിടെ കുറേ സുഹൃത്ത് വലയങ്ങളുണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റിയെ കുറിച്ചൊക്കെ ചോദിച്ചു അവരോട്. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ സംഭവമുണ്ട്, ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കായാലും ഇനിയും അവിടെയൊക്കെ പോയി പഠിച്ചാൽ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇനി ലോക സിനിമയിൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അത് ഉണ്ടാവണം. മറ്റൊരു കാര്യമുള്ളത്, വ്യക്തിപരമായ ജീവിതത്തിൽ ഈ മുടിവെട്ടുകാരൻ എന്നൊക്കെ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് പുറകിൽ നിൽക്കേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്. മുടിവെട്ട് എന്ന് പറയുന്നത് മുഖ്യധാരയിൽ നമ്മൾ അംഗീകരിക്കില്ല, വ്യക്തി അംഗീകരിക്കില്ല. അത് വേണം, അത് ചെയ്യണം. പിന്നെ ഒരുപാട് ഷെയ്മിങ് ആയിട്ടുള്ള തമാശകളൊക്കെ ഈ ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏരിയകളിലൊക്കെ ഇത് നമ്മൾ കുറച്ചുകൂടി സിനിമയിൽ അംഗീകാരം കിട്ടുമ്പോൾ നമ്മുടെ റേഞ്ച് മാറുകയാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുകളുടെ ഇതിൽ നിന്നാണ് ഞാൻ ശരിക്കും
വന്നിട്ടുള്ളത്. എല്ലാവരും ഞാനെപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ അന്നത്തെ കാലത്ത് ഇന്ന് കാണുന്ന ഹൈബ്രിഡ് അന്ന് ഞാൻ ചെയ്തുകൊണ്ട് നടന്നിട്ടുണ്ട്. ആ ഹൈബ്രിഡ് ചെയ്തുകൊണ്ടിരിക്കും ഇവൻ എന്തുവാണ് ഇവന് കാണിക്കുന്നത്, ഇതെന്തോ ഇവന് ഈ വൃത്തിയായിട്ടൊക്കെ നടന്നുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. പക്ഷേ എൻ്റെ ചിന്തയായിരുന്നു അത്, 20 വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ചിന്തയായിരുന്നു അത്. 25 വർഷമായി, ഞാനിപ്പോൾ 18ാമത്തെ വയസ്സ് തുടങ്ങി. 20 വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ചിന്തയായിരുന്നു. ആ ചിന്ത ഇന്ന് ആൾക്കാർ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. അന്ന് പക്ഷേ എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്. ഈ കളിയാക്കുമ്പോഴൊക്കെ എനർജി കൂടിക്കൊണ്ടിരിക്കുന്നതുള്ളൂ, അതിനപ്പുറത്ത് ചെയ്യാനുള്ള ഒരു സാധനം. ഞാൻ ഒരാളെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കാറില്ല. എനിക്കെല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളൂ. പക്ഷേ എൻ്റെ ചിന്തകളെ ബ്രേക്ക് ചെയ്യുകയും കളിയാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ഞാനത് ചിരിച്ചുകൊണ്ട് തന്നെ അങ്ങ് സ്വീകരിക്കും. എന്നറിയാമോ, നാളെ ഇവൻ എന്നെ ഓർത്ത്, കാരണം ഈ പറഞ്ഞ ആൾക്കാർ ഇപ്പം എന്നെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു എന്ന് പലയിടത്തും ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു അത് തീർച്ചയായിട്ടും ആ സമയമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും എന്നെ, ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്തു നടക്കുന്ന സമയം എൻ്റെ അച്ഛനോട് എന്ന് പറയും, ഇവന് വേറെ പണിയൊന്നുമില്ല, ഇവൻ തന്നെ, അച്ഛനൊക്കെ ആത്മീയ ജീവിതത്തിൽ കൂടെ നടക്കുന്ന ആളാണ്. അപ്പോൾ അച്ഛനോട് പറയും ഇവൻ എന്താ ഇത്. അപ്പോൾ അച്ഛൻ ചോദിക്കും, നീ എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, എന്താണ് നിൻ്റെ ഉദ്ദേശം, എന്താണ് ഇങ്ങനെയൊക്കെ മുടിയൊക്കെ വെട്ടിക്കൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് ഞാനിത് തിരഞ്ഞെടുത്തു. എനിക്ക് 18 വയസ്സായി. എനിക്ക് ചിന്തിക്കാനും എനിക്ക് ഈ സമൂഹത്തിൽ കാര്യങ്ങൾ പറയാനും ഉള്ളതായിരുന്നു. പക്ഷേ അച്ചായിയുടെ ഒരു ദേഷ്യം കൊണ്ട് അന്ന് ഒരു പൊട്ടിയിൽ കിട്ടുകയും ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ വാശിയായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ നടക്കും, എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് എൻ്റെ ചിന്ത അന്ന് പോയതെന്നറിയാം, എൻ്റെ കൂട്ടുകാരെ അന്നൊരു സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിരുന്നു. പറയുന്ന ആൾക്കാരുണ്ട്, അതൊരു സൈഡിലിങ്ങനെ വയ്ക്കും. പക്ഷേ അന്നൊരു എൻ്റെ കൂട്ടുകാർ, എൻ്റെ തിരുവല്ലയിലുള്ള ആൾക്കാർ എനിക്ക് അന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം. എനിക്ക് അവരെ ഒരിക്കലും മറക്കാൻ പറ്റും. പക്ഷെ അതിനിടയ്ക്ക് കൂടെ പുച്ഛിക്കുന്നവരും ഉണ്ട് ഇന്ന്. പക്ഷേ അവരൊക്കെ എന്നെ കണ്ടിട്ട് അടുത്ത സിനിമ ഏതാ എന്ന് പറയുന്നവരുണ്ട്. അത് ശരിയാണ്. പക്ഷേ അതിനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. പിന്നെ ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു ചുറ്റുപാട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നിപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒരു ബെസ്റ്റ് അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ നമ്മൾ മര്യാദയ്ക്കൊക്കെ പരിഗണിക്കും. കാരണം നമ്മുടെ ആ കാലഘട്ടം നമുക്ക് അറിയായിരുന്നു. ഈ പഴയ കാലഘട്ടം ഓർക്കുമ്പോൾ അവിടെ നിന്നൊക്കെ സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയായിരുന്നു അത്, ഒരു കാലം ഒന്ന് പറയാമോ? ഒരു സമയമൊക്കെ ഭയങ്കര ദാരിദ്ര്യവും പട്ടിണിയുമായിരുന്നു. അതൊരു വലിയൊരു, അച്ഛനാണെങ്കിൽ ആത്മീക ജീവിതമായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ നമ്മൾ പഠിക്കാത്തത്, സ്കൂളിൽ പോയി പഠിക്കാത്തതിൻ്റെതായ ഒരു ദേഷ്യം നമ്മളുണ്ടായിരുന്നു. പലതവണയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. എന്നാലും അമ്മയെന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടൊരു പിൻബലം ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും ചോറെടുത്ത് വെക്കും, ഇത് ചെയ്യും. ചിലപ്പം ഈ ആഞ്ഞിലിക്കുരു ചുട്ടിടിച്ച് വെക്കുമായിരുന്നു അവിടെ. അതൊക്കെ ഒരു സമയത്ത് ഭയങ്കര ഇതുണ്ടാവും. വീട്ടിലൊന്നും ഇല്ലല്ലോ. അപ്പം ഈ കിട്ടുന്ന കുരുമുളക് പറിക്കാൻ പോവും, അതിനിടയ്ക്ക് മേക്കാട് പണിക്ക് പോവും. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ അച്ഛൻ ആത്മീയമായതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട്, ഈ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആൾക്കാർ വരികയൊക്കെ ചെയ്യും. അവർക്കെല്ലാം അമ്മ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അച്ഛൻ ആശാരിപ്പണിയായിരുന്നു. പക്ഷേ അച്ഛൻ ആ വർക്കുകൾ അങ്ങനെ കൂടുതൽ ആത്മീയത്തിലൂടെ തന്നെ ആയിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഭയങ്കര സ്ട്രഗിളിങ്ങും ഭയങ്കര പ്രശ്നങ്ങളുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ജീവിതത്തിലേക്ക് വന്ന്, പിന്നെ എൻ്റെ വൈഫ് എൻ്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും എൻ്റെ ഭയങ്കരമായിട്ടൊരു ടേണിങ്. കാരണം പലതും പറഞ്ഞു, പൈസ എങ്ങനെ ഉപയോഗിക്കണമെന്നൊന്നും അറിയത്തില്ലല്ലോ, ഇതൊന്നും ഉപയോഗിക്കുന്നു, ഇത് ചെയ്യുന്നു. പിന്നെ വൈഫ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്കാരി ഭയങ്കര കരുതലായിരുന്നു. അങ്ങനെ അവിടുന്ന് പുള്ളിക്കാരോട് ഒരു പിൻബലം. എല്ലാവരും കളിയാക്കുകയും എൻ്റെ വൈഫിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇവനെ കല്യാണം കഴിച്ചേ, കണ്ടാൽ ഒരു വിലയില്ലല്ലോ. അന്ന് ഞാൻ ശരം കുറച്ചുകൂടെ കറുത്തിട്ട് വല്ലൊക്കെ പൊക്കിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞ്, പിന്നെ എനിക്ക് അവൻ്റെ കറുപ്പോ അവൻ്റെ ഷെയ്പ്പോ ഒന്നുമല്ല, അവൻ്റെ ആ മനസ്സ്, അവൻ എന്നോട് കാണിക്കുന്ന കരുതൽ, അവനെനിക്ക് മമ്മൂട്ടിയാന്ന്. അല്ല, അത് അവൾ അങ്ങനൊരു ഇഷ്ടമാണ്. കാരണം ഞാൻ ഒത്തിരി പെൺകുട്ടികളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ആരും വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ കുട്ടിയാണ് ഇദ്ദേഹം. അപ്പം പുള്ളിക്കാരി അതിനെ അങ്ങനെ തന്നെ എടുത്തു. നീ അങ്ങനെ തന്നെ നടന്നാൽ മതിയാ, നീ അങ്ങനെ ലുക്ക് ചെയ്ത് നടന്നാൽ മതി. അത് ഏത് കാലഘട്ടത്തിലാണ്? അത് 98 ട്രിവാൻഡ്രത്തുനിന്ന് വന്നു, പഠിത്തം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2005 ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അല്ല, അപ്പോൾ വർക്ക് ചെയ്യായിരുന്നു, എന്തായിരുന്നു? അവിടെ ഒരു കടയിലായിരുന്നു, അതിന് തൊട്ടടുത്ത കടയിലായിരുന്നു വൈഫ്. അപ്പം അങ്ങനെ പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, കിട്ടി. പിന്നെ പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടാണ്. അതൊരു, പിന്നെ കുഞ്ഞുങ്ങളിപ്പോൾ ആയപ്പോഴും അവളുമാരും ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ നോർമൽ മുടി കെട്ട് കിടന്ന് സ്വാമി എന്നായി കാണിക്കുന്നത്. അവർക്കതൊന്നും അക്സെപ്റ്റ്, അവർക്കത്. ഒരു ദിവസം ഞാൻ സ്കൂളിലൊക്കെ കണ്ടു വെച്ചിട്ട് പിള്ളേർ പറഞ്ഞു, അച്ഛൻ എന്തോ ഇങ്ങനെ കളറൊക്കെ ചെയ്ത് മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് പറയുന്നത്,
ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പഠിക്കാൻ. അതാണ്ട് 5ാം ക്ലാസ്സിലെങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാർക്ക് പിള്ളേർക്കും അത് ഒരു ഡയലോഗൊക്കെ പറയാൻ ഭയങ്കരമായിട്ട് അത് എപ്പോഴും പറയും അവിടെ. ഈ അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്നു, പിള്ളേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ അച്ഛാ ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്, ഇങ്ങനെയൊക്കെ നടക്കണം. നമ്മൾ പ്രായമായെന്നും കരുതി നമ്മളെപ്പോഴും പ്രായമായി ഇനി മുടിയൊക്കെ നരച്ച് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ 85-90 വയസ്സായാലും വടി കൂട്ടിപ്പിടിക്കാൻ ഞാൻ അന്നൊക്കെ ലുക്കിലേ നടക്കത്തുള്ളൂ. അല്ല അത് നമ്മുടെ ചിന്തയാണ്. നമ്മൾ പ്രായമെന്ന് പറയുന്നത് ശരീരത്തിനേ ആവുന്നുള്ളൂ, ഒരിക്കലും മനസ്സിനാവുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെ എപ്പോഴും ആ ഒരു എൻ്റെയൊക്കെ പ്രൊഫഷനിൽ എപ്പോഴും ഞാനിങ്ങനെ എങ്ങായിട്ട് നിന്നേലേ എനിക്ക് വർക്കുകളൊക്കെ കിട്ടത്തുള്ളൂ. അതെ, അതെത്രയേ ഉള്ളൂ. നമ്മൾ അപ്ഡേറ്റഡ് ആണെന്ന് മറ്റുള്ളവർ അറിയാൻ വേണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. പക്ഷെ പണ്ട് കളിയാക്കിയ ആൾക്കാരുടെ മുന്നിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ എനിക്ക് അവാർഡൊക്കെ തന്നു കേട്ടോ എൻ്റെ നാട്ടിൽ. ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എന്നെ വിളിച്ചിട്ട് ആദരിച്ചു. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഞങ്ങളുടെ ടൗൺ എന്ന് പറയുന്നത് അതിനകത്തൊരു വലിയ തകരയുണ്ട്. തകരയുടെ ചുവട്ടി കത്രികയും ചീപ്പുമായിട്ട് പോയിരിക്കും. അന്നത്തെ സമയത്ത് ഞാൻ ഓരോ വീടുകളിൽ പോയി മുടി വെട്ടുമല്ലോ. ഈ വീടുകളിൽ പോയി മുടി വെട്ടുമ്പോഴത്തേക്കിന് അവിടെ ഈ ബാർബർ ഷോപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നം. അവർ സമരമൊക്കെ നടത്തിയാണ് പോയി വെട്ടത്. അന്ന് എനിക്ക് കിട്ടുന്നത് 10 രൂപയാണ്, അന്ന് കടയിൽ 20 രൂപയാണ്. അപ്പം 10 രൂപയ്ക്ക് പോയി വെട്ടുന്നു. അപ്പം പിള്ളേർ സെറ്റെല്ലാം നമ്മുടെ എടുക്കാൻ വരുമല്ലോ. കാരണം പുതിയ സ്റ്റൈല്, പുതിയ സാധനങ്ങളെ. പിന്നെ ഒരു സൈക്കിൾ വാങ്ങിച്ചു, ഇങ്ങനെയൊക്കെ സൈക്കിളെ, ചെറിയ പാൻറ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സില്ല. അപ്പം നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് പാൻറ്റുകൾ വരുന്നത് കട്ട് ചെയ്തിട്ട് ഫ്രീക്കൻ ലുക്കിലാക്കി ചെറിയ ടീഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ അങ്ങനെ വെട്ടിക്കൊണ്ട് പോയി പിന്നെ ആ സൈക്കിളെ പോയി നടന്നു ഇങ്ങനെ വിട്ടു. അല്ലാതെ അതൊരു അനുഭവമായിരുന്നു. അതടിപൊളി. അതിൽ നിന്ന് ഞാനെന്തായാലും പറയും, ഞാൻ ലണ്ടനിൽ ചെന്ന് നിന്നപ്പോഴേ വർക്ക് ചെയ്തത്. അപ്പം ഈ പിന്നെ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലുള്ള അങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിച്ച ആൾക്കാരൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ വലിയ ലോക സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഒരു വീടുകൾ തോറും മുടി നടിട്ട് നടന്ന ഒരു പയ്യൻ UK പോയി അതുപോലൊരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അടിപൊളി. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു സാധനം. പിന്നെ നമ്മൾ തന്നെ ഓർക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നൂലേ, ഭയങ്കര സന്തോഷം. എന്തായാലും നമ്മൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാം, നമുക്ക് നമ്മുടെ ആൾക്കാർ ഒരു തരുന്നൊരു സപ്പോർട്ട്, ഒരു ബാക്ക് ബോൺ ഉണ്ട്, ഭയങ്കരമാണ്. രാജേട്ടനൊക്കെ പറഞ്ഞ അവൻ ചെയ്തോളൂ, അവൻ കുഴപ്പമില്ല, അവൻ തകർത്തോളൂ. വിജയ് സേതുപതിയുടെ ഒരു പെരുമാറ്റത്തെക്കുറിച്ച് നന്നായി പറയുന്നുണ്ടായിരുന്നു. ഒരു നല്ല മനുഷ്യനായിട്ട് തോന്നി എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ അനുഭവം ഒന്ന് പറയൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ അവിടേക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പം ആദ്യമായിട്ടാണ് വിജയ് സേതുപതി വർക്കുണ്ട് നമുക്ക് പോകണമെന്ന് പറയുന്നത്. ഞാൻ അവിടെ ചെല്ലുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് ചുറ്റും കോഴികളുണ്ട് കുറച്ച്. അതിനൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കും. ആ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴി കുഞ്ഞുങ്ങളെ. അത് പുള്ളി അതിൻ്റെ ശബ്ദം കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊന്നും എന്നെ കണ്ടു. ഇപ്പോൾ പുള്ളിക്കാർ പരിചയപ്പെട്ടത് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് നരസിംഹസ്വാമിയാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി ചോദിച്ച് എത്ര വർഷമാச்சு இந்த വർക്ക് ചെയ്യുന്നത്? പറഞ്ഞൊരു 25 years ആச்சு. 25 உங்களுக்கு ഇപ്പോൾ എത്ര വയസ്സ് എന്ന് ചോദിച്ചാൽ പറഞ്ഞ് എനിക്കൊരു 42 വയസ്സ്, 40 വയസ്സത്തോളം ഉണ്ട്. ആ സമയത്ത് 40 വയസ്സായിട്ടുണ്ട്. 40 വയസ്സാകുന്നു. അങ്ങനെ പുള്ളിയെല്ലാം ചോദിച്ച് എന്നെ വേണോ? ഞാൻ ചോദിച്ചു എന്ത് സാർ? അല്ല ഉനക്ക് എന്നെ വേണോ? இந்த മേക്കപ്പിലേക്ക് എന്തെങ്കിലും സാധനം വേണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എന്തെങ്കിലും ആൾക്കാർ വേണോ? അപ്പോൾ പുള്ളി നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നുള്ളതാണ് ചോദിച്ചത്. പറഞ്ഞത് വേണ്ട, ഞാൻ ഓക്കെ ആയിക്കോളാം. ഞാൻ അവിടെ ചെന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, കെട്ടിപ്പിടിച്ചിരുന്നു. ഞങ്ങളെ രാത്രി പുള്ളിയുടെ കാറെ കൊണ്ടുവിടുക. കാറെ കൊണ്ടുവരുന്ന പുള്ളിയുടെ ജീവിതാനുഭവങ്ങൾ പറയുക. അപ്പോൾ ഈ പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇങ്ങനെ യാത്ര ചെയ്തിങ്ങനെ കാറിലിങ്ങനെ പോകുമ്പോൾ ഒരു യു-ടേൺ, ആ യു-ടേൺ ഇങ്ങനെ തിരിയുമ്പോൾ അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അതായത് 98 இந்த இடത്തിൽ ഞാൻ അതായത് ഈ ഭക്ഷണം എടുത്ത് കൊടുക്കുന്ന ആളായിട്ട് അവിടെ ജോലി ചെയ്തത് 600 രൂപ സാലറി പുള്ളിയുടെ അനുഭവം. അവിടെ നിന്നാണ് പുള്ളി ഇത്രയും കണ്ടായ. എന്നിട്ട് പുള്ളി പോരാ നേരത്ത് ഞങ്ങൾക്കൊരു 5 സ്റ്റാർ ഹോട്ടലിലാണ് ചെന്നൈയിൽ താമസം തന്നത്. ഞങ്ങൾക്ക് വേണ്ട ആഹാരം എല്ലാം അവിടെ കറക്റ്റായിട്ട് ചെയ്തു തന്നു. വണ്ടിക്കൂലി എല്ലാം ഒരു കാര്യത്തിനും പുള്ളി തന്നെ ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ അവിടെ കൊണ്ടുവിട്ടുന്നു. അപ്പോൾ നമ്മളെ പോലുള്ളൊരു സാധാരണക്കാരനൊരു മനുഷ്യനെ കണ്ടപ്പോൾ
പുള്ളി അതുപോലെ കെയർ എനിക്ക് പുള്ളി പിന്നെ നമ്മൾ മലയാളികൾ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് സന്തോഷമാണ്. കാരണം പുള്ളിയുടെ വൈഫ് മലയാളിയാണല്ലോ. കൊട്ടാരക്കല്ല ചേച്ചിയുടെ വീട്. അപ്പം മോനും മോളും എല്ലാം ഉണ്ട്. അവരെല്ലാം പറയും സ്വാമി എന്തോ ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ആ മനുഷ്യന് ഭയങ്കര സ്നേഹം തന്നെ. എപ്പോഴും വിളിക്കുമ്പോൾ ചോദിക്കും സ്വാമി നല്ലതായിരിക്കുക. എന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ടാഗ് ചെയ്ത സാധനമല്ല എനിക്ക് ടാഗ് ചെയ്യുന്നുണ്ട്. അടിപൊളി. അങ്ങനെ ആരും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാലും ഭയങ്കര സ്നേഹം. പുള്ളിക്ക് വർക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി നല്ല വർക്ക് നല്ലതായിരിക്കാന്ന് പറഞ്ഞു. ആ ഫോട്ടോസൊക്കെ ഇപ്പോഴും ഞാൻ എടുത്ത് എൻ്റെ വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചർ ശരിക്കും വിജയ് സേതുപതിയാണ്. ഇൻസ്റ്റയിലെ ലാൽ സാറാണ്, ഫേസ്ബുക്കിൽ ഫഹദ് ഫാസിൽ. അങ്ങനെ ഒരു ഇതിലായിട്ടാണ് ലാൽ സാർ ഈ പടം വർക്ക് ചെയ്തപ്പോഴും ലാൽ സാറിൻ്റെ ഒരു കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്യാൻ അവസരം തന്നു സാറിൻ്റെ പടം വരുന്നുണ്ട്. അത് വലിയൊരു അനുഭവമായിരുന്നു സാറിൻ്റെ കൂടെ ഉള്ള ഒരു ഇത്. ഇപ്പൊ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് പഠിക്കണമെന്നൊക്കെ അതെ തീരുമാനിക്കുന്നത്. അതെ 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 അതാണോ ശരിക്കുള്ള ലക്ഷ്യവും മോഹവും ഒക്കെ? അങ്ങനെ പഠിച്ചിട്ട് കുറച്ചുകൂടെ അതല്ല എൻ്റെ ശരിക്കും ഞാൻ സിനിമയിലോട്ട് വരുന്നത് ശരിക്കും ഡയറക്ഷൻ എന്നുള്ള ആഗ്രഹമാണ്. ഞാൻ ശരിക്കും പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. നാടകം ഒക്കെ ആയിരുന്നു. CJ കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഫോക്ക് സിംഗറിൻ്റെ കൂടെ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ഡാൻസർ ആയിരുന്നു. അപ്പോൾ ആ സമയം മുതൽ ഡയറക്ഷൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ സിനിമകളിൽ 100-100ഓളം സിനിമകളിൽ വർക്ക് ചെയ്ത് ആ പിന്നാമ്പുറങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു പഠിച്ച ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞ വലിയൊരു ആഗ്രഹമുണ്ട്. അതിന് 8 സിനിമ സ്ക്രിപ്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു നടൻ ഡേറ്റ് തന്നിട്ടുണ്ട്. ദൈവാനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത ഇതിൽ തന്നെ ഈ എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബയോപിക് ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഗണിതശാസ്ത്രം പഠിക്കാനായിട്ട് പോയിട്ട് മുടിവെട്ടുകാരനായിട്ട് തിരിച്ചു വരുന്നതാണ് കഥ. ഈ കഥ സച്ചിയേട്ടൻ കേട്ടിട്ട് ഈ കഥ പുള്ളിയിരുന്ന് കേട്ടു. അതായത് കണ്ണമ്മ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന സീക്വൻസ് ഉണ്ട്, വിലങ്ങ് വെച്ചോണ്ട് വരുന്നത്. അല്ല, ജയിലിൽ നിന്ന് കൊണ്ടുവരുന്നത് വിലങ്ങ് വെച്ചോണ്ട് വരുന്നത്. ആ സീക്വൻസ് ഇരുന്നപ്പോൾ ലൈറ്റ് വേരിയേഷൻ ഉണ്ട്. ആ സ്വാമി നിൻ്റെ നീ എന്തോ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു, കഥയുണ്ടെന്ന് പറയാട്ടെ. എൻ്റെ കഥ ബയോപിക്കുണ്ട്. ഇങ്ങനെ ഗണിതശാസ്ത്രജ്ഞനാകാൻ പോയിട്ട് മുടിവെട്ടുകാരനായിട്ട് പറഞ്ഞ് വരുന്നത് കഥ. ആ കഥ പറയാൻ പറഞ്ഞു. പുള്ളി 1 മണിക്കൂർ കൊണ്ട് കഥ പറഞ്ഞു. അമ്മയായിട്ടുള്ള ഇമോഷനല്ല ഭയങ്കര കഥ. പുള്ളിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് സച്ചിയായിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ കഥയെല്ലാം കിട്ടി പറഞ്ഞു, നീ ആ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഫൈനൽ ചെയ്യാൻ നേരത്ത് നീ എൻ്റെ കൊണ്ട് തന്നെ ഞാൻ ഫൈനൽ ചെയ്ത് തരും. ഈ സിനിമ നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള സിനിമയായിരിക്കും എന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിച്ച് ആ പടം ചെയ്ത് നാഷണൽ അവാർഡ് കിട്ടുവാണെങ്കിൽ സച്ചിയേട്ടനായിരിക്കും ആ നാഷണൽ അവാർഡ് കൊടുക്കുന്നത്. കാരണം പുള്ളി പറഞ്ഞൊരു വാക്കാന്ന്. അത് എൻ്റെ ബയോപിക് ഞാൻ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ 8 സിനിമകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ചെയ്യണം. ഡയറക്ഷൻ ഒരു വലിയൊരു ആഗ്രഹമാണ്. അതോടൊപ്പം തന്നെ മേക്കപ്പ് ആയിരുന്നു. ഡയറക്ടറായെന്ന് പറഞ്ഞാൽ ഞാൻ മേക്കപ്പിൽ നിന്ന് മാറി നിൽക്കത്തില്ല. അപ്പോഴും പോയി മേക്കപ്പ് ചെയ്യും, ഹെയർ സ്റ്റൈൽ ചെയ്യും. അതെൻ്റെ ഒരു വേറൊരു ഏരിയ, ഇത് വേറൊരു. ഈ മൂക്കിലും കാതിലും ഒക്കെ സ്റ്റൈലാണോ, അതിന് എന്തെങ്കിലും റിച്വലുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്നുമില്ല, ഇത് സ്റ്റൈല് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ഇത്ര ഇങ്ങനെ ചെയ്യലുണ്ട്. അപ്പം ഞാനും ഇങ്ങനെ പണ്ട് മുതലേ എനിക്ക് ഈ ഓർണമെന്റ്സിനോടൊക്കെ പണ്ട് കുണ്ടലൊക്കെ ഇട്ട് തുടങ്ങിയാണ്, രുദ്രാക്ഷം അങ്ങനെ. എനിക്ക് ഈ ശിവനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മോഡല് കർത്താവും ശിവനുമാണ്. കാരണം ഇവരുടെ 2 പേരുടെ താടിയൊക്കെ വളർത്തി മുടിയൊക്കെ വളർത്തി ഭീകരമായിട്ട്. യേശുക്രിസ്തുവിൻ്റെ ഒരു പടം നമ്മൾ കണ്ടാൽ തന്നെ പുള്ളി ഇരിക്കുന്ന ഇരിപ്പുണ്ട് ഭയങ്കര പൗരുഷമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇങ്ങനെ. അതായത് പ്രൊഫൈലിൽ ഒരു പിക്ചറുണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ശിവൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ശൂലമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പൗരുഷമാണ്. പ്രത്യേക ഓർണമെന്റ്സ്, ജീവനുള്ള ഓർണമെന്റ്സ് ഇട്ടിരിക്കുന്ന മനുഷ്യനാണ്. പിന്നെ കാലിലുള്ള സാധനം ഇതൊക്കെ എൻ്റെ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അളിയിച്ചാൽ ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണെന്നറിയാം ശിവൻ്റെ പോലത്തെ. അപ്പം ഒരെണ്ണം മേടിക്കും. ഇത് മലബാർ ഗോൾഡിൽ നിന്ന് മേടിച്ചു. ഇതിൻ്റെ ഒരു സാധനം പറഞ്ഞാൽ ലോക്ക് ഇല്ല. ഇത് ഇങ്ങനെ അകത്തിയിട്ട് നേരെ ഇട്ടാൽ മതി. ഇത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഒരാൾക്ക്. പിന്നെ ശിവനോടുള്ള ഒരു ഇഷ്ടമാണ് ശരിക്കും ഈ ഒരു സാധനത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ഇടയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് CJ കുട്ടപ്പൻ സാറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാറിൻ്റെ കൂടെ നടക്കുമ്പോൾ എന്തായാലും കല്ലിനുമുണ്ടൊരു സൗരഭ്യം പാട്ട് പാടും. 1-ാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയെ വളയും കളഞ്ഞു പെണ്ണ് അവിടെ നിന്നും പേസുന്നേ പേസാതടി നില്ലടി പെണ്ണെ കനകപ്പൊൻ വള ഞാൻ തരാം കനകപ്പൊൻ വള കയ്യേലിട്ട് കളിച്ചാട്ടു പെണ്ണു കാണട്ടോ
മുത്തുമുത്തും പൊന്നോല മുളപ്പടി അഞ്ചും പൊന്നോല പാണ്ടി മദ്ദളം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല കൊല്ലത്തെ രാജാവേറി വന്നതും ചെല്ലക്കുതിരയും പട്ടാളോ രണ്ടാം മണിക്കിണറ്റിൽ വളകളഞ്ഞ് പെണ്ണുമാലതിയെ വളയും കളഞ്ഞു വെണ്ണ് അവിടെ നിന്നും പേസുന്നേ പേസാതടി നില്ലടി വെണ്ണേ കനകപ്പൊൻ വള ഞാൻ തരാം കനകപ്പൊൻ വള കയ്യേലിട്ട് കളിച്ചാട്ടു കണ്ട് കാണട്ടു. പൊളിക്ക് തീർച്ചയായിട്ടും.